ഞങ്ങളിവിടെ അടുത്ത് പൊള്ളത്തെ എന്ന സ്ഥലത്താണ്. ഹോളി ഫാമിലി ചർച്ച് ഇടവകാംഗങ്ങളാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 18, 2024 ഓഗസ്റ്റ് 18 എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ മെയ്യിൽ 7 ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിൻ്റെ 2 കാലും ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി. കാലിന് വേദന വന്നപ്പോൾ എക്സ്റേ എടുത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. 2-3 ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് തേയ്മാനമാണ്, മുട്ടുകാല് മാറ്റി വയ്ക്കണം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് അവസാനം ചെയ്യുന്നത്. അവിടുത്തെ ഒരു ഫേമസ് ഓർത്തോ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചെയ്യണം, 2 കാലും തീർന്നിരിക്കുകയാണ്, ഇനി നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉടനെ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ 3.5 ലക്ഷം രൂപ തന്നാൽ മതി, 2 കാലും ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരുമിച്ച് ചെയ്താൽ ഡോക്ടറെ അതെങ്ങനെ ശരിയാവും? ഇല്ല, നിങ്ങൾക്ക് ജോലിയുള്ളത് കൊണ്ട് 3 മാസം ലീവ് എടുത്താൽ മതി, ഒരുമിച്ച് മരുന്ന് കഴിച്ചാൽ മതി, എല്ലാം ഒരുമിച്ച് ഒരേ സമയത്ത് 2 കാലിനും കൂടി ഒരേ സമയത്തെല്ലാം തീരും. ഡോക്ടറല്ലേ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ ആദ്യം നിരസിച്ചു, തിരിച്ചു പോന്നു. ഞങ്ങൾ പൈസയുടെ കാര്യമൊക്കെ ഓർത്തപ്പോൾ ഇത്രയും ലക്ഷങ്ങളാവും. തിരിച്ചു പോന്നെങ്കിലും വീട്ടിൽ വന്ന് ശനിയാഴ്ച വീണ്ടും അവർ വിളിച്ചു. അവർ പറഞ്ഞു 3.5 ലക്ഷം വേണ്ട, 3 ലക്ഷം മതി, 50,000 രൂപ നിങ്ങൾക്ക് കുറച്ച് തരാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും തീരുമാനമെടുത്തു. 2.5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട്, 50,000 രൂപയിലേ കിട്ടും, വേണ്ടി വരുള്ളൂ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഞങ്ങളങ്ങനെ തീരുമാനമെടുത്തു. മെഡിക്കൽ ട്രസ്റ്റിൽ മെയ് 7 ഞങ്ങൾ സർജറി കഴിഞ്ഞു. 5 ദിവസത്തിന് ശേഷം തിരിച്ചു വിട്ടു, ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും നന്നായി, എല്ലാവരേക്കാളും നന്നായി നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ 2 മാസം കഴിഞ്ഞു, നന്നായി നടക്കാൻ തുടങ്ങി. 3-ാമത്തെ മാസം ജോലിക്ക് പോകാം. സാറിനോട് പറഞ്ഞു ജോയിൻ ചെയ്യാം, കുഴപ്പമില്ല. ഞങ്ങൾ ചെന്നൈയിലൊരു കമ്പനിയിൽ, നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് എറണാകുളത്താണ്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫീസിലാണ്. 3 മാസത്തെ ലീവേ നമുക്ക് തരുള്ളൂ. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് 11 കാലിലൊരു ചെറിയ വേദന പോലെ വന്നു, നേരിയ ഒരു കുരു പോലെ വന്നു, അതിനകത്ത് ഇൻഫെക്ഷൻ പോലെ തോന്നി. ഞങ്ങളങ്ങനെ നെക്കിയപ്പോൾ പഴുപ്പ് പോലെ വന്നു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വിടാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു എത്ര രൂപയാകും ഡോക്ടറെ? 80,000 രൂപയ്ക്ക് നമ്മൾക്കിത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് കാലാണല്ലോ വലുത്. ഞങ്ങളങ്ങനെ സർജറി ചെയ്തു. എന്നോട് പറഞ്ഞു കാലിനകത്തോട്ടൊന്നും ഇൻഫെക്ഷൻ കയറിയിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും. 5-ാമത്തെ ദിവസം ബില്ല് വന്നു 1,60,000 രൂപ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾക്കിത് താങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് തരണം, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റില്ല, 2 ദിവസം കൂടി നമുക്ക് വാക്വം വെച്ച് ഒന്നുകൂടി നോക്കാം. ഞങ്ങൾ സമ്മതിച്ചില്ല. പുള്ളിക്കാരൻ സമ്മതിക്കാതെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഒരു അസിസ്റ്റൻറ്റിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്തു നിന്നാണ്, എങ്ങനെ വന്നതെന്നറിയില്ല. പുള്ളി വീട്ടിൽ വന്നു. പുള്ളി കുറച്ച് മരുന്നുമൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങളോട് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ വീട്ടിൽ നമുക്ക് ട്രിപ്പ് ഇടണം, അപ്പോൾ ആൻറ്റിബയോട്ടിക് തുടരണം. ഞങ്ങൾ സമ്മതിച്ചു. ഞാൻ ജോലിക്ക് പോകുമായിരുന്നു, പുള്ളിക്കാരനെ ഒരു നേഴ്സിനെ നിർത്തി. അങ്ങനെ എല്ലാ ദിവസവും 3 നേരം നമുക്ക് ട്രിപ്പിടാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു. കുറേ ദിവസം കഴിഞ്ഞിട്ടും CRP ലെവൽ കുറയുന്നില്ല, വീണ്ടും ഹൈയിലാണ് വരുന്നത്. ബ്ലഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുന്നില്ല. എല്ലാ ദിവസവും ആൻറ്റിബയോട്ടിക് ഇടുന്നുണ്ട്. അതിനിടയിൽ ഓടി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരു കുറവുമില്ല. 27-ാം തീയതി വീണ്ടും ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സഹൃദയ ഹോസ്പിറ്റലിലോട്ട് വരണം, അവിടെ ഞാൻ എല്ലാ വെനസ്ഡേയും വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടർ എന്നെ ഒത്തിരി വഴക്കിട്ടു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പുള്ളി ഒത്തിരി എന്നെ ചീത്ത പറഞ്ഞു. 2 ദിവസം അവിടെ കിടക്കാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇനി നടക്കാൻ പറ്റില്ല, എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒന്ന് കരഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ വീണ്ടും ഓപ്പറേഷൻ്റെ അന്ന് വീണ്ടും 3-ാമത് വീണ്ടും ചെയ്തു. ഒരു വലത് കാലിന് മാത്രമാണ് പ്രശ്നം ഉണ്ടായത്, മറ്റേ കാലിന് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. ICUവിൽ എന്നോട് പറഞ്ഞു കയറി കണ്ടോളാൻ പറഞ്ഞു.
ഞാൻ ചെന്നപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ കാല് മുറിച്ച് കളയാൻ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു മാതാവല്ലേ വലുത്, മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ മൊത്തിച്ചിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. റൂമിൽ ഞാൻ വന്നപ്പോൾ ഒരു കൃപാസനത്തിലെ പത്രവും ബെഡും എല്ലാം വിരിച്ചതിൻ്റെ മീതെ വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു അമ്മ രക്ഷിക്കും, നമ്മളെ കൈവിടില്ല. അതിനുശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞു. ഒരുവിധം കുറവുണ്ടായപ്പോൾ എല്ലാം ബെഡിൽ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ലീവ് എടുത്തവിടെ അങ്ങനെ നിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരുവിധം കുറവുണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഡിസ്ചാർജ് ആകാം, 2-3 ദിവസം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് പനി വന്നു. വീണ്ടും ഇൻഫെക്ഷൻ ലെവൽ കൂടാൻ തുടങ്ങി. ശങ്കേഴ്സിൽ എല്ലാ ദിവസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. 1050 രൂപ ഡെയിലി കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ CRP ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ ഒരു നിവൃത്തിയില്ല. രാത്രി ഇരുന്ന് കരയാൻ തുടങ്ങി. 21ാമത്തെ ദിവസം രാത്രി എന്നോട് പറഞ്ഞു ഇനി ഞാൻ രക്ഷപ്പെടില്ല, അതുകൊണ്ട് നമുക്ക് മരിക്കാം, ഈ കാലില്ലാതെ എന്തിനാ ജീവിക്കണേ. ഞാൻ പറഞ്ഞു വേണ്ട, മാതാവ് നമ്മളെ രക്ഷിക്കും. അങ്ങനെ ഞങ്ങൾ രാത്രി ഞാൻ നിലത്ത് പായ വിരിച്ച് കിടന്നു, ഉറക്കം വരുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ ജനലിൻ്റെ കർട്ടൻ, അത് ഇലയും പൂവൊക്കെ ഉള്ളൊരു കർട്ടനാണ്, പക്ഷേ മാതാവിൻ്റെ മുഖവും ഒരു കൂപ്പ് കൈയും മാത്രം ഞാൻ കാണുന്നുണ്ട്. ഞാൻ താഴത്ത് കിടന്ന് കണ്ടു. ഞാൻ പുള്ളിയോട് പറഞ്ഞു നോക്കിക്കേ എന്ന് പറഞ്ഞു. കണ്ണുയർത്തി നോക്കിയിട്ട് കരഞ്ഞത് മാത്രമേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വീണ്ടും അന്ന് രാത്രിയും നല്ല പനിയായിരുന്നു. അപ്പോൾ ഡോക്ടർ രാവിലെ എന്ത് പറയുമോയെന്ന് അറിയില്ല. അങ്ങനെ എനിക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാനൊന്നും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ ഇതിനുള്ളിൽ കുറേ പ്രാവശ്യം പറഞ്ഞു ഇനിയും 90 ദിവസം നിങ്ങൾ ആൻറ്റിബയോട്ടിക് വീട്ടിൽ തുടരണം ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ. അപ്പം ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോഴത്തേക്കും 2.5 ലക്ഷം രൂപ മരുന്നിന് വേണം, നേഴ്സിനെ നിർത്തണം, എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം രൂപ കൂടുതൽ വേണം. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ ഈ മരുന്നില്ലാതെ പറ്റില്ലേ? ഇല്ല പറ്റില്ല, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ കാല് ശരിയാവുള്ളൂ. ശരി, സമ്മതിച്ചു. അങ്ങനെ രാത്രി ഞങ്ങളിങ്ങനെ മാതാവിനെ കണ്ടതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇരുന്നപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ കയറി വന്നു. ഞാൻ ചോദിച്ചു സിസ്റ്ററിൻ്റെ പേരെന്താണ്? മേരി എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേര് അലോഷ്യസ് എന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. ചേട്ടന് വേണ്ടി ഇന്നലെ രാത്രി ഞങ്ങൾ നിത്യാരാധനയിൽ കോൺവെൻറ്റിൽ പ്രാർത്ഥിച്ചായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല, ഞാനത് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിക്കരഞ്ഞു. കാരണം നമ്മൾക്കുണ്ടായ അനുഭവം അതായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ദേഹം മുഴുവൻ കാനുല കുത്തി, എനിക്കിനി സൂചി കുത്താൻ സ്ഥലമില്ല, ഞാൻ എത്ര മാസമായി ഞാനിങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് കയറുന്നത്, എനിക്കിനി വയ്യ സിസ്റ്ററെ എന്ന് പറഞ്ഞു. ചേട്ടനോട് ആര് പറഞ്ഞു ഈ മരുന്നെല്ലാം ഞങ്ങൾ തന്നുവിടുമെന്ന്? ഇനി ചേട്ടൻ ഒരു മരുന്നുമില്ല എന്ന് പറഞ്ഞു. സിസ്റ്ററെ ഇന്നലെയും ഓർത്തോ ഡോക്ടർ വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മരുന്ന് ഇനി തന്നുവിടും, 90 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, ചിലപ്പോൾ അത് 90ലും കൂടും എന്ന് പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്കിനി മരുന്ന് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ഡോക്ടർ വന്നു. സിസ്റ്റർ അത് പറഞ്ഞതിന് ശേഷം സിസ്റ്റർ പോയി. ഞാൻ പിള്ളേരോടൊക്കെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും അമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഓർത്തോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും രോഗം നിനക്ക് വേറെ ഉണ്ടോ, ഇതിനകത്തുനിന്ന് സുഖപ്പെടാത്ത എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ദേഹത്തിൽ ചൊറിയുന്ന പോലെ തോന്നുന്നുണ്ട്, അത് എന്തെങ്കിലും ഫുഡിൻ്റെ അലർജി ആകുമ്പോഴാണ്, അല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ കൂടെ വന്ന് കാണട്ടെ, ഇന്ന് ഡിസ്ചാർജ് ആവണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം അലർജിയുടെ ഡോക്ടറും വേറൊരു ഡോക്ടറും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഡിസ്ചാർജ് എഴുതിയതായിരുന്നു ഓർത്തോ ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടർ വന്ന് കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറും വേറെ 3 ഡോക്ടേഴ്സും കൂടി വന്ന് കയറിയപ്പോൾ തന്നെ സിസ്റ്ററിനോട് പറഞ്ഞത് എല്ലാ ആൻറ്റിബയോട്ടിക്സും സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. കാനില വീട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് കുത്തി തന്നിട്ടുണ്ടായിരുന്നു, അതും ഊരി മാറ്റിയിട്ട് ചേട്ടൻ്റെ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് രാത്രി ഒബ്സർവേഷനിലിരിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞു. ഒരു ബ്ലഡ് റിസൾട്ട് കൂടി വരാനുണ്ട്, അതുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തില്ല. 2 ദിവസം ഒബ്സർവേഷനിലിരിക്കട്ടെ, ഒരു മരുന്നും കൊടുക്കണ്ട, അപ്പോഴും ചേട്ടന് പനിയുണ്ടായിരുന്നു, പാരസെറ്റമോൾ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ സിസ്റ്റർ എന്ന ട്യൂബെല്ലാം ഊരി എല്ലാം ഫ്രീ ആയി. അപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പോഴേക്കും ആൾ പതുക്കെ കട്ടിലേന്ന് എഴുന്നേറ്റു, 2 കാലും നിലത്ത് കുത്തി
എഴുന്നേറ്റ് നിന്നു. നമുക്കത് വിവരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അത്ഭുതം പോലെ എഴുന്നേറ്റ് നിന്നു. പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. വാക്കറിൽ നടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് ബാത്റൂമിൽ തനിയെ പോയി, തനിയെ കുളിച്ചു. എന്നോട് പറഞ്ഞു വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനന്ന് വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോന്നു. അപ്പോഴേക്കും തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. നന്നായി എഴുന്നേറ്റ് വാക്കറിൽ നടന്നു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ഡോക്ടർ വൈകുന്നേരം വന്നു, പറഞ്ഞു ഈ മരുന്നെല്ലാം നിങ്ങൾ കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് നിങ്ങൾ ക്യാഷ് വാങ്ങിച്ചോ. അപ്പോൾ ഞാനിത് കമ്പനിയിൽ പോയാണ് ഡയറക്റ്റ് വാങ്ങിക്കുന്ന, കാരണം നമ്മൾക്ക് അത്രയും 10 എണ്ണം എടുക്കുമ്പോൾ 4 എണ്ണം ഫ്രീ തരും അവർ. അപ്പോൾ അത്രയും നമുക്ക് ക്യാഷ് കുറയുമല്ലോ എന്ന് കരുതി ഈ 2.5 ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ മരുന്ന് ഞാൻ കുറേശ്ശെ വാങ്ങിച്ചു. 20,000 രൂപക്ക് മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കയറി വന്ന് പറഞ്ഞു ഈ മരുന്ന് നിങ്ങൾ തിരിച്ചു കൊടുത്തോ, ഇനി ഈ ചേട്ടൻ ഒരു മരുന്നും വേണ്ട. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ പറഞ്ഞു, ഈ മരുന്ന് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, ഇനി ഒരു മരുന്നും വേണ്ട എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ലായിരുന്നു. ആ മരുന്നെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. തിരിച്ച് പൈസ വാങ്ങിച്ചു. ചേട്ടൻ ഇതുവരെ വീണ്ടും ഒരു മരുന്ന് പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല. അത് ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഒരു അത്ഭുതം തന്നെയാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. എല്ലാവരോടും ഞങ്ങൾ പറയും. ഞാൻ ബസ്സിനകത്തിരിക്കുമ്പോഴും ഞാൻ വർക്കിന് പോകുമ്പോഴും കൃപാസനത്തിലെ പത്രം ഞാൻ വാങ്ങിച്ച് ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകും. ഈ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും. എൻ്റെ അരികിരിക്കുന്നവർക്ക് കൊടുത്തിട്ട് പറയും നിങ്ങൾക്ക് കൃപാസനം അറിയാമോ, ഈ പത്രം ഒന്ന് വായിച്ച് നോക്ക്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും. അവർ പറയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്ന് മുതൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. 31 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. പുള്ളി പറഞ്ഞു പള്ളിയിൽ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പള്ളിയിൽ വരില്ല. പക്ഷേ ഇന്ന് കുമ്പസാരിച്ച ആൾ കുർബാന സ്വീകരിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകും. ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ എല്ലാം കുർബാനയിലും പ്രാർത്ഥനയിലും എല്ലാത്തിലും പങ്കെടുക്കും. ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. 1000 ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. ഹെസക്കിയ രാജാവ് രോഗബാധിതനാവുകയും മരണത്തോടടുക്കുകയും ചെയ്യുമ്പോൾ ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകനെ ദൈവം അയക്കുകയും പിന്നീട് രോഗസൗഖ്യം ലഭിക്കുന്നതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയ തന്നെ പറയുന്ന കാര്യങ്ങൾ, മീവൽ പക്ഷിയെപ്പോലെയോ കൊക്കിനെ പോലെയോ ഞാൻ നിലവിളിക്കുന്നു, പ്രാവിനെ പോലെ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, മുകളിലേക്ക് നോക്കി എൻ്റെ കണ്ണ് തളർന്നിരിക്കുന്നു. കർത്താവെ, ഞാൻ മർദ്ദിക്കപ്പെടുന്നു, അങ്ങ് എൻ്റെ രക്ഷയായിരിക്കണമേ. മനോവേദനയും ഉറക്കവും എന്നെ വിട്ടകന്നിരിക്കുന്നു. കർത്താവെ, എന്നിട്ടും എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ. ഇന്ന് ശൈലജ അലോഷ്യസും തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച പരിപൂർണമായ രോഗസൗഖ്യം, കാലിന് വേദനയായിട്ട് തുടങ്ങി, പിന്നീട് അത് എത്ര സർജറികളിലേക്ക് പോയി. സർജറിക്ക് ശേഷം ഏറ്റവും നല്ല രീതിയിൽ ആ മകന് സൗഖ്യം കിട്ടി. 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, വീണ്ടും ചെയ്യേണ്ടി വരുന്ന സർജറികൾ, പിന്നീട് കാല് മുറിച്ചു കളയാൻ താൻ തീരുമാനിക്കുന്നു എന്ന് ജീവിത പങ്കാളി പറയുന്നു. മരിച്ചേക്കാം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ഈ മകള് എങ്ങനെ ഇവിടെ വരുന്നു? ഉടമ്പടിയെടുത്ത് അസ്ഥികളുടെ താഴ്വരയിൽ ഞരമ്പും മാംസവും പുതിയതായിട്ട് വച്ചു പിടിപ്പിക്കുന്ന ദൈവം, ആ തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തൻ്റെ കാലിൻ്റെ ആ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഒരു സിസ്റ്റർ വന്ന് തങ്ങളോട് സംസാരിച്ചു എന്നൊക്കെയാണ് ഈ മക്കൾ പറയുക. അതായത് ആ സിസ്റ്റർ പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഡോക്ടറും പറയുന്നു. പിന്നീട് മരുന്നേ വേണ്ട. അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും ഇനി ദൈവത്തിലേക്കില്ല എന്ന് പറഞ്ഞു നിന്ന മകൻ 31 വർഷമായി
അദ്ദേഹം ആ കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്നു നിന്ന മകൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് കൂദാശ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? ഏറ്റവും വലിയ കൂദാശയാണ് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. കുമ്പസാരം, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുക, നമ്മെ തന്നെ ദൈവമക്കളാക്കി ഉയർത്തുന്ന നിമിഷങ്ങൾ. അങ്ങനെ തൻ്റെ ജീവിതം ഇന്ന് മാറി. ഈ മാറ്റമാണ് പിന്നീട് ഈ തിരുവചനങ്ങളൊക്കെ നാം വായിക്കുമ്പോഴും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എങ്ങനെ താൻ ഇന്ന് രോഗവിമുക്തനായി, അതിന് കാരണം താൻ തന്നെയാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അത് പിന്നീട് ദൈവ വരപ്രസാദം നിറയുവാനിടയാകുന്നു. അങ്ങനെ പുതിയ ഒരു വ്യക്തിയായിട്ട് ഇന്ന് ഇവിടെ വന്ന് നിന്ന് തങ്ങളുടെ സാക്ഷ്യം ഈ ദമ്പതികൾ പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം, ഉടമ്പടി തൈലത്തിലൂടെ മാത്രം കിട്ടിയ സൗഖ്യമാണ് ഞങ്ങൾക്കിതെന്ന് ശൈലജ ഇവിടെ പറയുന്നുണ്ട്. ഈ കുടുംബത്തെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.